Hi, my dear guys. Welcome to the sessions of the C Intermediate Paper Number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A16 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന ആൻഡ് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഏകദേശം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ICA എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നിട്ട് ചോദിക്കുന്നത്. ജനറലി പറയുകയാണെങ്കിൽ നമുക്കൊരു അസറ്റ് വാങ്ങണം, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അക്വിസിഷൻ നടത്തണം തുടങ്ങിയ കാര്യങ്ങളിൽ ആൻഡ് നമുക്ക് ആ ഒരു പർപ്പസ് നേടിയെടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോറോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോറോയിങ് ചെയ്യുമ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്യുന്നത് കുറച്ച് കോസ്റ്റുകൾ വരുന്നത്, ഇപ്പം ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, ചാർജുകൾ വരുന്നുണ്ട്, അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്. അപ്പം ഈ എക്സ്പെൻസുകളെ നമ്മൾ ജനറലി എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണ്. ആൻഡ് ഈ അസറ്റ് നമ്മുടെ ആവശ്യത്തിന് അത് എടുക്കാനായിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ട്. അപ്പം ആൻഡ് ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് എന്താണ് വരുന്നത്, അത്രയും ടൈം വരില്ല ഈ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നത്. ഓക്കെയാണ്. ഈ ബോറോയിങ്സിനകത്ത് എന്ത് വരില്ല, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റിയും ലയബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാത്തത് എന്ത് ചെയ്തില്ല, വരത്തില്ല. ഓക്കെ. ഇനി ഡെഫിനേഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ്, ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ എൻ്റർപ്രൈസസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻട്രസ്റ്റോ മറ്റെന്തെങ്കിലും കോസ്റ്റുകളോ ഇൻ കണക്ഷൻ വിത്ത് ദ ബോറോയിങ് ഓഫ് ഫണ്ട്, ഈ ഒരു ഫണ്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഈ എക്സ്പെൻസുകളെയാണ് ഈ ഒരു ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ജനറലി ഉള്ളത്, ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ കമ്മിറ്റ്മെൻറ്റ് ചാർജസ് ഉണ്ട്. കമ്മിറ്റ്മെൻറ്റ് ചാർജ് എന്ന് പറയുന്ന അൺയൂട്ടിലൈസ്ഡ് പോർഷൻ ഓഫ് ദ ലോണിന് അവർ തന്നെ ചാർജ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ്. പിന്നെ അമോർട്ടൈസേഷൻ ഓഫ് ദ ഡിസ്കൗണ്ട് ഓർ പ്രീമിയം ഓൺ ബോറോയിങ്സ്. ഇപ്പോൾ ഈ ഡിബെഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലൊക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈഫിലേക്ക് അതിൻ്റെ എക്സ്പെൻസിന് അമോർട്ടൈസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റുകളും നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡിനകത്ത്. അടുത്തത് ആൻസിലറി കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ ബോറോയിങ്, എനിക്ക് വരുന്ന ബാങ്ക് ചാർജ് പോലുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ലീസിനകത്ത് പഠിക്കാനുള്ള ഫിനാൻസ് ചാർജസ് ഉണ്ടല്ലോ അസറ്റുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അതും ഇവിടെ ആയിരിക്കും വരുന്നത്. ദെൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് ഡിഫറൻസുകളും നമ്മൾ AS11 പഠിക്കുന്ന ആ എക്സ്ചേഞ്ച് ഡിഫറൻസുകളും അവിടെ ആയിരിക്കും വരുന്നത്. ബോറോയിങ് കോസ്റ്റ് കാറ്റഗറിയിലായിരിക്കും വരുന്നത്. എന്തായിരിക്കും ജനറലി സംഭവിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലോൺ അല്ലെങ്കിൽ ബോറോയിങ് എന്ന് പറയുന്ന ഒരു മോണിറ്ററി ഐറ്റം ആണ്. ഈ മോണിറ്ററി ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആദ്യം ഇനീഷ്യലി റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മളുടെ ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റിലെ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിക്ക് എത്രയാണ് വാല്യൂ ഉള്ളത് ആ വാല്യൂവിലായിരിക്കണം ചെയ്യേണ്ടത്. ആൻഡ് 31 മാർച്ച് എത്തുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എത്തുമ്പം ക്ലോസിംഗ് ഡേറ്റിനകത്തുള്ള ആ ഒരു കറൻസി എത്രയാണോ വരുന്നത് ആ എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇൻ ബിറ്റ്വീൻ ദർ ഈസ് എ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് ആയിട്ടോ അല്ല ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യും, P&L ചാർജ് ചെയ്യും. ഇതാണ് AS11 നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. അപ്പം ഇത് ഫുൾ എമൗണ്ടിനെ നമ്മൾ എക്സ്പെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ലോസിനെ എന്ത് ചെയ്യേണ്ട, P&L വേണ്ട ആവശ്യമില്ല. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, ഈ ലിമിറ്റ് വരെയുള്ള കാര്യത്തെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും, P&L വിടണ്ട. ഇതാണ് ഈ ഒരു AS ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റ് ചെയ്ത ഡിഫറൻസിനെ ചെയ്യുന്നത്. സർ, നമുക്ക് എല്ലാ അസറ്റ്, ഏത് അസറ്റ് വാങ്ങിച്ചാലും അല്ലെങ്കിൽ അക്വിസിഷൻ നടത്തിയാലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഇല്ല. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്ന ക്വാളിഫയിങ് അസറ്റ് ആയിട്ടുള്ളതിൻ്റെ അത് റിലേറ്റ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ്, നമ്മൾ ഏതൊക്കെ കോസ്റ്റുകളാണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന ടെർമിനോളജി യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പം ഈ ബോറോയിങ് കോസ്റ്റ് ഇൻ റിലേറ്റിംഗ് ടു ദ ക്വാളിഫയിങ് അസറ്റുകളാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ആണോ? ക്വാളിഫയിങ് അസറ്റ് എന്താണ്, ഇപ്പം പറയുകയാണെങ്കിൽ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു അസറ്റാണ്. യെസ്, ഇത് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. ഇതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ, ഒന്നെങ്കിൽ സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള യൂസിന് വേണ്ടിയാണെങ്കിൽ. നിങ്ങളപ്പം എന്താണ് PP, ഓക്കെയാണോ? PP, ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻവെൻട്രി, ഇതിൻ്റെ ഏസുകളിൽ
ഓൾറെഡി ഡീൽ ചെയ്തതാണ്. നമ്മൾ ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ കാറ്റഗറിയിലായിരിക്കും ഈ ബോറോയിങ് കോസ്റ്റ് വരുന്നത്. ഈ ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യപ്പെടുന്ന ബയോളജിക്കൽ അസറ്റ് പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യത്തില്ല. ഓക്കെയാണ്. എന്തൊക്കെയായിരിക്കും ക്വാളിഫയിങ് അസറ്റിനകത്ത് വരുന്നത്? ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്ന, ഇത് നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ സെയിലിന് വേണ്ടി എടുക്കുന്ന അസറ്റുകളെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇനി PPE ഉണ്ടല്ലോ, PPE, ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്, ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളതും ക്വാളിഫയിങ് അസറ്റായിട്ട് വരും. ഇനി സാർ ഇൻവെൻട്രി വരും. ഇൻവെൻട്രി എങ്ങനെ വരിക? ഇൻവെൻട്രിയും ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഫ്ലൈറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിൽക്കാനൊക്കെയുള്ള ഒരുപാട് കാലം എടുക്കുന്ന ഇൻവെൻട്രികളും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അതിൻ്റെയും ബോറോയിങ് കോസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് P&Lനകത്ത് എക്സ്പെൻസ് ചെയ്ത് കളയാതെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫിനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ത് വരത്തില്ല, ഇതിനകത്ത് ഈ കാറ്റഗറിക്കകത്ത് വരത്തില്ല. സാർ നമ്മൾ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നത് ഒരു 12 മന്തിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. നിങ്ങൾ 12 മന്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അത് എന്തായിരിക്കും, ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് ഈ ഒരു പീരീഡ് കുറയാൻ പറ്റുമോ? യെസ്, കുറയാൻ പറ്റും. നിങ്ങൾക്ക് ലോങ്ങറോ ഷോർട്ടറോ പീരീഡ് ജസ്റ്റിഫയബിൾ ആണെങ്കിൽ, ഓരോ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് ജസ്റ്റിഫയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? എവറിത്തിങ് ഈസ് ഫൈൻ. നിങ്ങളുടെ അസറ്റായിട്ട് അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ പീരീഡിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. യെസ്. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ ജനറലി എന്താ ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വന്നു എന്ന് വെച്ചു, ഇൻകർ ചെയ്തു എന്ന് വെച്ചു. നമ്മളപ്പം ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരിക്കും എഴുതുന്നത്. ഇപ്പം ഫോർ ദ എക്സാമ്പിൾ 1 lakh ആണെന്ന് വെച്ചു. ഓക്കെ ആണോ? ഇതാണ് നമുക്ക് വന്ന എൻട്രി എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുമ്പോൾ, അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് $1 lakh ഇങ്ങനെ ആയിരിക്കും എൻട്രി എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ ആണോ? നമ്മളുടെ എക്സ്പെൻസ് കൂടി, ബാങ്ക് ആയിട്ടുള്ള അസറ്റ് കുറഞ്ഞു, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസിനെ നമ്മൾ P&Lനകത്തോട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. അടുത്തത് ഈ ഒരു A16 ഡീൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ എൻട്രിക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അസറ്റിനെ എടുക്കും. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആയിരിക്കും 1 lakh. അപ്പോൾ അസറ്റിൻ്റെ എമൗണ്ട് അത്ര എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ഓക്കെയാണ്. ഇതാണ് ജനറലി ഈ ഒരു സ്റ്റാൻഡേർഡ് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം. ഓക്കെയാണോ? ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം. യെസ്, എവറിത്തിങ് ഈസ് ഓക്കെ. ഇനി ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ കണ്ടീഷനാണ് ഇത്. ഈ ഒരു എക്സ്പെൻസ് എന്താണ്, ഡയറക്ട്ലി റിലേറ്റീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള എക്സ്പെൻസ് ആയിരിക്കണം. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇത് റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു അസറ്റിൻ്റെ അക്വിസിഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ACP എന്ന് നമുക്ക് വിളിക്കാം, ACP. ഈ 3 കണ്ടീഷൻസിനകത്തായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ബോറോയിങ് കോസ്റ്റ് റിലേറ്റ് ചെയ്ത് ആ ക്വാളിഫയിങ് അസറ്റിന് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിഫയിങ് അസറ്റ് ആണ് അത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. മറ്റ് അസറ്റുകളാണ് അതർ ദാൻ ക്വാളിഫയിങ് അസറ്റ്, നമ്മുടെ A16 അനുസരിച്ച് ക്വാളിഫയിങ് അസറ്റ് അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തോട്ട് മാറ്റണം. ഓക്കെ ആണോ? ഇനി ബോറോയിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ബോറോയിങ്സ് ജനറലി ഉണ്ട്. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ക്വാളിഫയിങ് അസറ്റ് ACP ചെയ്യാനാണ്. അപ്പം അതിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സ്പെസിഫിക് ബോറോയിങ്സ് ഉണ്ട്, മറ്റ്
മറ്റ് ബോറോയിങ്ങുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസറ്റിനെ അക്യൂർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ACP ചെയ്യാനായിട്ട് കൊണ്ടുവരാനും പറ്റും. ഓക്കെയാണ്, ഫണ്ടിൻ്റെ തിരിമറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താ, ഒരു ജനറലി നമ്മളൊരു ബോറോയിങ് എടുത്ത് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അസറ്റിൻ്റെ ACP ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനും ആവാം. ഓക്കെയാണോ? യെസ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെയാണോ? ആൻഡ് ഇവിടെ ഈ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും പറയാണ്, നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇൻറ്റൻഷൻ ഏറ്റവും ഇതായിട്ടുള്ളത്. നമ്മൾ ഏതൊരു അസറ്റ് എടുക്കുകയാണെങ്കിലും 2 കണ്ടീഷൻ ആയിരിക്കണം അത് അസറ്റ് ആവണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, അത് കോസ്റ്റ് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്തായിരിക്കണം, എൻ്റർപ്രൈസിന് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ആൻഡ് ബോറോയിങ് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ബോറോയിങ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അസറ്റിന് റിലേറ്റ് ചെയ്ത് അതാണെങ്കിൽ, അത് റിലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ACPക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് എന്താണ് ഡയറക്റ്റ്ലി അതുമായിട്ട് ആഡ് ചെയ്യാണ് വരുന്നത്. ബട്ട് സാർ ഡയറക്റ്റ്ലി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്പെസിഫിക് ബോറോയിങ്സ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടാക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1 കോടിയുടെ ലോണ് 1 ഏപ്രിൽ 2025 നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചു. അപ്പം അന്ന് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പണികാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ കൊണ്ടാണ് പോകുന്നത്. ഒറ്റയടിക്ക് എനിക്ക് ഈ എമൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ 50 ലക്ഷം എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചു. അപ്പം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം 10% എന്ത് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നെന്ന് വെച്ചു. 1 കോടി രൂപ ലോൺ എടുത്തു, 10% ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട് എങ്കിൽ എനിക്ക് എന്ത് വരുന്നുണ്ട്, 10 ലക്ഷം രൂപ വരുന്നുണ്ടെന്ന് വെച്ചു. അപ്പം ഈ ഒരു ഇത് എനിക്ക് ഇൻകമാണ്, ആ ഒരു ബോറോയിങ് വെച്ചിട്ടുണ്ടായ ഇൻകമാണ്. അതേസമയം തന്നെ ബാങ്കിൽ അപ്പുറത്ത് എന്ത് വരുന്നുണ്ട്, 12 ലക്ഷം രൂപ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും വരുന്നുണ്ടെന്ന് വെച്ചു. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നെറ്റിൽ ഈ 1 കോടി രൂപ മൂലം എനിക്ക് എത്രയേ വരുന്നുള്ളൂ, 2 ലക്ഷം രൂപ. 12 ലക്ഷം എക്സ്പെൻസും 10 ലക്ഷം എനിക്ക് ഇൻകം വരുന്നുണ്ട്. 2 ലക്ഷം രൂപ മാത്രമേ എനിക്ക് എന്ത് വരുന്നുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ആ 2 ലക്ഷം രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഇമാജിൻ. ആൻഡ് നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. യെസ്. നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10% ആണ്. നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്, 10 കോടിയാണ് എടുത്തേക്കുന്നത്. 2 കോടി എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ 10% നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകം വരുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പം ഈ 2 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തതിന് എനിക്ക് 10 ലക്ഷം രൂപ എന്ത് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ട്. 10 കോടി രൂപയ്ക്ക് എത്രയാണ്, 10% നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസും വരുന്നുണ്ട്. അപ്പം ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 10 കോടി രൂപ ഇൻറ്റു 10% എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, അതെന്ന് പറയുന്നത് 1 crore ആയിരിക്കും. എനിക്ക് ആ ഒരു എന്ത് വന്നേക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 10 lakh ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എത്ര ആയിരിക്കും, 90 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീല് ചെയ്യുന്നത്. യെസ്. ഇനി ജനറൽ ബോറോയിങ്സ് എന്താണ്, ഇത് ഏതാണ്, എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഏത് ലോണിൻ്റെയാണ്, ഏത് പർട്ടിക്കുലർ ലോണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് ലോണുണ്ട്. ഈ ലോണിനകത്തുനിന്ന് ഏത് ലോണാണ് ആദ്യം യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പല ലോണുകൾക്ക് പല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്താണ്, ജനറലി ഒരു ഡിഫിക്കൽട്ടി അവിടെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ ഡിഫിക്കൽട്ടി വരിക ആണ് എങ്കിൽ നമ്മളുടെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോണെല്ലാം കൂടെ എടുക്കുക. ദെൻ നമ്മൾ അതിന് അനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ആവറേജ് ബേസിസിൽ കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ എത്രയാണ് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെയാണോ? യെസ്. ഈ ഒരു ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പം 5 കോടി രൂപ
ഇവിടുന്ന് ABC ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. മറ്റൊരു ലോൺ എടുത്തേക്കുന്നത് XYZ എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്നാണ്. അവിടെ 3 കോടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ 12% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത്. ഇതുവരെ നമുക്ക് എത്ര രൂപയാണ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്? 4 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇതൊരു ജനറൽ ബോറോയിങ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബിക്കോസ് എവിടെ നിന്നാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ ആണോ? ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ 3 ലക്ഷം എടുത്തിട്ട് 1 ലക്ഷം 5-ൽ നിന്നിട്ടായിരിക്കാം. ഇതെന്ത് ചെയ്യുന്നില്ല, നമുക്കറിയൂല. ഓക്കെ ആണോ? ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനകത്ത് എന്താണ്, സ്പെസിഫിക് ബോറോയിങ്സിൻ്റെ കേസിനകത്താണെങ്കിൽ ഒറ്റ ഒരു എമൗണ്ടേ ഉള്ളൂ. ഓക്കെ ആണോ? ഒറ്റൊരു ലോണേ ഉള്ളൂ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നുള്ളൊരു സംഭവം. ഇപ്പം എക്സാമിനേഷൻ ആയാലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കുറേ ലോൺ എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് സ്പെസിഫിക് ഉണ്ടായിരിക്കും, ഏതാണ് ജനറൽ ഉണ്ടായിരിക്കും എന്ന് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും നിങ്ങളെക്കുറിച്ച് വരുന്നത്. ഓക്കെ, ഫസ്റ്റ്ലി ഉള്ളത് നമ്മളുടെ സ്പെസിഫിക് ബോറോയിങ്സ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറൽ ബോറോയിങ്സിനകത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ അതിനെ സ്പെഷ്യലി പറഞ്ഞിരിക്കും, ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞിരിക്കും. ഓക്കെ ആണോ? ഇൻ ദിസ് കേസ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 5 കോടി രൂപയുണ്ട്. 5 കോടിക്കകത്തുനിന്ന് 10% ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് 50 ലാക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഇനി 3 crore ഉണ്ട്. 3 crore-ൻ്റെ 12% 36 ലാക്ക് ആയിരിക്കും വരുന്നത്. നമുക്കുണ്ടാകുന്ന ടോട്ടലായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 86 ലാക്ക് ആയിരിക്കും വരുന്നത്. നമ്മളുടെ ടോട്ടൽ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 5 + 3 8 ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം, ടോട്ടൽ ലോൺ അറിയാം, ടോട്ടൽ ഇൻട്രസ്റ്റ് അറിയാം. ഓക്കെ ആണോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രസ്റ്റ് റേറ്റിനകത്തോട്ട് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? നമ്മളിതിനെ വെയ്റ്റഡ് ആവറേജ് എന്നാണ് പറയുന്നത്. ഓൾറെഡി നിങ്ങളുടെ CA ഫൗണ്ടേഷൻ ആയാലും അല്ലാതെ ചെറിയ ചെറിയ ക്ലാസ്സുകളിലും ഇക്കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഡിഫിക്കൽട്ടി ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ജനറലിനകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും. ഓക്കെ ആണോ? യെസ്. ഇനി എത്ര ആയിരിക്കും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻകർ ചെയ്ത എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ഓക്കെ ആണോ, അതേ ഇൻറ്റു ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണോ? നമുക്ക് എത്ര വരുന്നുണ്ട്, 43 ലാക്ക് ആയിരിക്കും വരുന്നത്. ബട്ട് ടോട്ടൽ എത്രയാണ് നമുക്കുണ്ടായ ബോറോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്, 86 ലാക്ക് ആയിരിക്കും വരുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് 86 ലാക്ക്. ആൻഡ് എത്ര ബോറോയിങ് ആയിരിക്കും കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ടത്, അത് 43 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, 43 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ P&L-നകത്ത് നമ്മൾ എക്സ്പെൻസ് ആക്കേണ്ടത് 43-യും ക്യാപിറ്റലൈസ് ആക്കേണ്ടത് 43. ഇതായിരിക്കും നമുക്ക് ജനറൽ ബോറോയിങ്സിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക ഓരോന്നിൻ്റെ ഓരോ ലോണിനും വരുന്ന ഇൻട്രസ്റ്റ് എത്ര എന്നുള്ള കാര്യം. ആൻഡ് ലോൺ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് എന്തായാലും വരും. ബട്ട് ക്യാപിറ്റലൈസ് ആവുമോ വേണ്ടയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ എത്രയാണോ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് ഇരുന്നാലായിട്ട് മതി. ഓക്കെ ആണോ? ഇതായിരിക്കും ജനറൽ ബോറോയിങ്സിനകത്ത് സ്പെസിഫിക് ബോറോയിങ്സ് റിലേറ്റ് ചെയ്യുന്നത്. യെസ്, നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ ആയിരിക്കും വരുന്നത്. ദെൻ നമ്മുടെ റിക്കവറബിൾ എമൗണ്ട്, ഒരു അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ടിനെക്കാട്ടിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ ക്യാപിറ്റലൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് സംഭവിക്കുകയാണെങ്കിലും അതിന് കമ്പ്യൂട്ടേഷൻ അനുസരിച്ച് ഇപ്പം നമുക്ക് ഇൻകർ ചെയ്യുന്നത് 43 ആണ് എങ്കിലും ചിലപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഒരു 30 ഉണ്ടാവുന്നെങ്കിൽ അവിടെ ലിമിറ്റ് ചെയ്യും, അത്രയും വെച്ചിട്ട് മാത്രം. നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ അനുസരിച്ച് 43 ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നില്ല. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് സംഭവിക്കുന്നതിനായിട്ട് ഇവിടെ 3 കാര്യങ്ങൾ, കണ്ടീഷൻസാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നമ്മൾ അതിനു വേണ്ടി ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ട്, ആ ഒരു അസറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കമൻസ്മെൻറ്റിനകത്ത് വരുന്നതാണ്. എക്സ്പെൻഡിച്ചർ ആ ഒരു അസറ്റ് പണിയാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് എമൗണ്ട് ഇറക്കിയിട്ടുമുണ്ട്. ഇനി അതിന് റിലേറ്റ് ചെയ്തൊരു ബോറോയിങ് കോസ്റ്റ് ഇൻകറും ചെയ്തിട്ടുണ്ട്.
ഓക്കെയാണോ? ഇപ്പോൾ ലോൺ എടുത്തിട്ടുണ്ട് 1 കോടി രൂപ, അതിനകത്ത് 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡിംഗ് പണിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഈ 1 കോടി രൂപയ്ക്കായിട്ട് 10% ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്താലല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ, ആ ഒരു ഇൻ്റർനെറ്റ് യൂസിനായിട്ട് പണി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്ലാനിങ് സ്റ്റേജ് ആണെങ്കിലും എന്താണ് അത് നമ്മൾ കൺസിഡർ ചെയ്യും ആക്ടിവിറ്റി ആയിട്ടുള്ളത്. ജസ്റ്റ് ഫിസിക്കൽ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അതിനെ അസോസിയേറ്റ് ചെയ്യുന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ വർക്കുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെയാണോ? ഇനി നമ്മളുടെ ഒരു പ്രൊഡക്ഷനോ ഡെവലപ്മെൻറ്റോ ഒന്നും അതിനകത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. യെസ്. അടുത്തത് സസ്പെൻഷൻ എന്നാണ്. സസ്പെൻഷൻ മീൻസ് എന്താണ്, ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ആ ഒരു ക്യാപിറ്റലൈസേഷൻ ഇൻകർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ ഇങ്ങനെ ഇൻകർ ചെയ്തുകൊണ്ട് പോവുക, ഓരോ മാസത്തെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ബട്ട് പെട്ടെന്ന് എന്ത് സംഭവിച്ചു, ഒരു പ്രശ്നം ഉണ്ടായി. നമ്മളുടെ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ്, ഈ ടെർമിനോളജി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, എക്സാമിനകത്ത് എല്ലാം എഴുതാൻ വരുന്നൊരു ടെർമിനോളജി ആയിരിക്കും. ആക്റ്റീവ് ഡെവലപ്മെൻറ്റിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇൻട്രപ്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് എപ്പം ഇങ്ങനൊരു സംഭവമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സസ്പെൻഷൻ നടത്തുക. അത് ആ ഒരു ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ടൈമിൽ എക്സ്പെൻസിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട. ഒരു ടെമ്പററി ഡിലേ സംഭവിച്ചേക്കാണ് അത്. ബട്ട് എന്താണ്, ഒരു ടെമ്പററി ഡിലേ ആണ്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എങ്കിൽ എന്ത് ചെയ്യല്, നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യരുത്. ഇപ്പം എപ്പം സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഓക്കെയാണോ, ചെറിയൊരു ഡിലേ ആണ് എങ്കിൽ അതെന്ത് ചെയ്യേണ്ട, സസ്പെൻഡ് ഒന്നും ചെയ്യേണ്ട. ഒരു സബ്സ്റ്റാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേണ്ട. ടെമ്പററി ഡിലേ ആ ഒരു അസറ്റ് റെഡി ആക്കാനായിട്ട് എടുക്കുന്നതാണ് എങ്കിൽ അതിനും വേണ്ട. ഓക്കെയാണ്. ഒരു ആക്റ്റീവ് ഡെവലപ്മെൻറ്റ്, ഫുൾ പ്രൊഡക്ഷൻ അത് നിർക്കുകയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സസ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നു, മോദിജി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ 1 വർഷത്തേക്ക് ലോക്ക്ഡൗൺ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എല്ലാം പരിപാടി നിർത്തി, ഓക്കെയാണ്. 2 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ, ക്യാപിറ്റലൈസേഷൻ വേണ്ട, അങ്ങനെയൊന്നുമില്ല. 2 ദിവസം അല്ല പണി തീരാതുണ്ടോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുണ്ട്, ഓക്കെയാണോ. അപ്പം അതായിരിക്കും അതിൻ്റെ ഒരു കാര്യം വരുന്നത്, സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അത് വരുന്നത്, ഓക്കെയാണോ. ഇനി സസ്പെൻഷനകത്ത് വരുന്നത് കോർട്ടിൽ ഇപ്പം കേസ് കിടക്കുകയാണ്, അതിന് കോർട്ടിനകത്ത് നിന്ന് ഒരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിർത്തി വെക്കണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. കുറച്ച് ടൈം എടുക്കും ഇതെന്ത് ഇനി മുന്നോട്ട് വർക്കുകൾ പോവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സസ്പെൻഷൻ ചെയ്യണം. ഇനി ലേബറിൻ്റെ സ്ട്രൈക്ക് വന്നേക്കണം, ഭയങ്കര അടിയാണ്, ഓക്കെയാണോ. നമുക്ക് ഉറപ്പുണ്ട് ഈ സ്ട്രൈക്ക് മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ ഈ ഒരു ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇവിടെ ഇൻട്രപ്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി ഫണ്ടിന് ഭയങ്കര ഷോർട്ടേജ് സംഭവിച്ചു, നമ്മുടെ ബിൽഡിങ്ങൊക്കെ കാട് കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലോണിൻ്റെ എമൗണ്ട് അതിന് വരുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെന്തായാലും ഇൻകർ ആവുന്നതാണ്. ബാങ്കുകാർക്ക് അറിയേണ്ട നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യുകയാണോ, നിങ്ങളുടെ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടോ, ഇതൊന്നും, ഓക്കെയാണോ. ഇത് നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും, ഓക്കെയാണോ. അപ്പോൾ അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് വരും, അതായിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് ചെയ്യുന്ന അപ്രൂവൽ ഉണ്ട്, ഈ അപ്രൂവൽ ഇതുവരെ പെൻഡിങ് ആണ്, ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ കാണാം ഇവിടെ പ്രശ്നം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഉണ്ട്. ഇനി നമ്മൾ പണിത് പാതി എത്തിയപ്പോഴാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്പം ഫ്ലഡ് പോലുള്ള കാര്യമൊക്കെ വരികയാണ്, ഭയങ്കര പ്രശ്നമാണ്, ഓക്കെയാണോ. എങ്ങനെ പോയാലും ഇതിൻ്റെ പണി കാര്യങ്ങൾ ഒരു 3-4-5 മാസം എന്ത് ചെയ്യണം, നിർത്തി വെക്കേണ്ടി വരും, അത്രയ്ക്ക് പരിപാടിയാണ്. അങ്ങനത്തെ സിറ്റുവേഷനകത്തും ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് ഇതൊക്കെ എങ്കിൽ നമ്മൾ ക്യാപിറ്റലൈസേഷൻ ചെറുതായിട്ടൊന്ന് നിർത്തി വെക്കണം, ഓക്കെ. ദെൻ എന്താണ് നമ്മുടെ ലോങ് ടൈം അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിൽ ഉണ്ടാകുന്ന ഒരു നോർമൽ ആണെങ്കിൽ നമ്മൾ ആ ഒരു പീരീഡിൽ അത് P&L-നകത്ത് എക്സ്പെൻസ് ചെയ്യണം. ആൻഡ് അത് നോർമലായിട്ടുള്ള സംഭവമാണ്, നെസസറി ആണ്. ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമൊക്കെ നിൽക്കുന്ന വളരെ നോർമലായിട്ടുള്ള ആ ഒരു ഏരിയ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇത് സംഭവിക്കുന്നതാണ്, നമുക്കും ഇതെന്ത് ചെയ്യാം, അറിയാം. എങ്കിലാണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്ത് കുഴപ്പമില്ല, ഓക്കെയാണോ. ചെറിയൊരു ഡിലേ അല്ലേ ഉള്ളൂ, അത് സസ്പെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് AS 16 പറയുന്നത്.
യെസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു ക്യാപിറ്റലൈസേഷൻ ഇതുവരെ പോവും, നമുക്കിങ്ങനെ ലൈഫ് ലോങ് പോവുകയാണോ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഡീൽ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ് നമ്മുടെ സബ്സ്റ്റാൻഷ്യലി എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ഇൻറ്റൻറ്റ് യൂസിന് വേണ്ടിയുള്ളത് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ AS പറയുന്നത്. ലൈഫ് ലോങ് ആ ഒരു ക്വാളിഫൈങ് ആസറ്റാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളാണെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു സബ്സ്റ്റാൻഷ്യലി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നേരം എന്ത് ചെയ്യുക, ഈ ഒരു ക്യാപിറ്റലൈസേഷൻ നിർത്തുക. ഓക്കെയാണോ? ഇനി അസറ്റ് എപ്പോഴാണ് സബ്സ്റ്റാൻഷ്യലി കംപ്ലീറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസറ്റ് എപ്പോഴാണോ റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ്, സെയിലിനായിട്ട് ആവുന്നത്, ചെറിയ കുറച്ച് റൊട്ടീൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ടെന്നേ ഉള്ളൂ, നമ്മുടെ ബാക്കിയുള്ള പണി കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ക്യാപിറ്റലൈസേഷൻ നിർത്തണം. ഇപ്പോൾ എന്താടാ, ബിൽഡിങ്ങിനകത്ത് ചെറിയ ചെറിയ കുറച്ച് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളെ ഉള്ളൂ, കുറച്ച് പേപ്പർ വർക്ക് അത് ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ മെജോറിറ്റി പണിയെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണോ? ജസ്റ്റ് ചെറിയ ഇപ്പോൾ ഒരു ചെക്കിങ്ങോ ഇൻസ്പെക്ഷനോ ജസ്റ്റ് ചെറുതേ ഉള്ളൂ, നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ആ പുള്ളി വന്നില്ലെന്ന് വെച്ചോ, ചെക്ക് ചെയ്യുന്ന ആൾ വന്നില്ല, അടുത്ത മാസമേ വരത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു മാസം മുഴുവൻ എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മെജോറിറ്റി പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പരിപാടി നിർത്തുക, ക്യാപിറ്റലൈസേഷൻ ഇനി വേണ്ട, ഇനിയുള്ള എക്സ്പെൻസ് എല്ലാം എന്താണ്, P&L തട്ടുക. എടാ, ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ഓഫ് വർക്ക് വരെയുള്ള ടൈമിനകത്ത് അത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് കൂട്ടിയാലായിട്ട് മതി. ഇനി ചെറിയ മോഡിഫിക്കേഷൻസോ ഡെക്കറേഷൻസ് ഒക്കെ മാത്രം പെൻഡിങ് ആണെന്ന് വെച്ചു. ഇപ്പം നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മൂലയ്ക്കും ഓരോ ടേബിൾ ലാമ്പോ അല്ലെങ്കിൽ നമ്മുടെ എന്ത് വേണം, നമ്മുടെ ഡെക്കറേഷനുള്ള ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പം ചെറിയ കുറച്ച് സോക്കറ്റുകൾ അല്ലെങ്കിൽ സ്വിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്, ചെറുതേ ഉള്ളടാ. അപ്പം അങ്ങനെയുള്ളത് ഇപ്പം ടൈലിൻ്റെ ഇടയിൽ നമുക്കിപ്പം ഇടാനുള്ള ഇതുണ്ടല്ലോ, അപ്പം ആ ഒരു ഗമ്മ് ചിലയിടത്തൊക്കെ ഓക്കെ അല്ല. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം. ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ, ഒരു 3-4 ദിവസം കൊണ്ട് പരിപാടി തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട, നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ. മെജോറിറ്റി നിങ്ങളുടെ സബ്സ്റ്റാൻഷ്യൽ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെയാണോ? അപ്പോൾ അങ്ങനെയാണ് എന്ത് വരുന്നത്, കൺസ്ട്രക്ഷൻ എന്താണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ റെഡി ടു യൂസ് ആണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്യാപിറ്റലൈസ് നിർത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് വേറൊരു ഇപ്പം ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് വരുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ബിൽഡിങ് ഒക്കെയാണ്, ഒറ്റ ബിൽഡിങ്ങേ പണിയുന്നുള്ളൂ, ഓഫീസിൻ്റെ കോംപ്ലക്സിൻ്റെ ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിൻ്റെ നമ്മുടെ താഴത്തെ ഫ്ലോർ ഉണ്ടല്ലോ, പെട്ടെന്ന് പണി കാര്യങ്ങൾ തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴത്തെ ഫ്ലോറ് പക്ക ആയിട്ട് പണി തീർത്തു, മണ്ടയിലോട്ടുള്ള ഗ്ലാസ് ഇട്ട് വെച്ചേക്കുക. ബട്ട് എന്താണ്, നമ്മുടെ പണി ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആവണമെന്നില്ല പെട്ടെന്ന്. ഓക്കെയാണോ? അപ്പം അങ്ങനാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എങ്കിൽ ഈ ഫുൾ ബിൽഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻറ്റൻറ്റ് യൂസ് ഈ ഒറ്റ ചെറിയ ഏരിയ അല്ല, ഫുൾ ബിൽഡിംഗ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ ക്യാപിറ്റലൈസേഷൻ നിർത്തിയിട്ട് ചെയ്യുമൊന്നും വേണ്ട, നിങ്ങളുടെ ഇൻറ്റൻറ്റ് യൂസ് ആ ബിൽഡിങ് ഫുള്ളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് പോവാം, നിങ്ങളുടെ ക്യാപിറ്റലൈസേഷൻ പൊക്കോ, കുഴപ്പമില്ല, അത് തീരുന്നതിന് വരെ നിങ്ങൾക്ക് പോവാം. അടുത്തതെന്ന് പറയുന്നത്, ഇപ്പം ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കോർപ്പറേറ്റ് ബിൽഡിങ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു വലിയ പാർക്കിനകത്താണ്. ഓക്കെയാണ്? അപ്പം നമ്മുടെ ഈ ഒരു പാർക്കിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 5-6 ബിൽഡിങ്ങാണ് നമ്മൾ പണിയുന്നത്. ഓക്കെ, 4 ബിൽഡിങ്ങാണ് നമ്മൾ പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെയാണ്? 25 CR വെച്ചിട്ടാണ് ഓരോ ബിൽഡിങ്ങിനും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലോൺ എടുത്തിരിക്കുന്നതെന്ന് വെക്കുക. ഓക്കെയാണോ? നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇവിടാണ് വരുന്നത്, എംപ്ലോയീസിനുള്ളത് അങ്ങനെ. ബട്ട് നമ്മളുടെ നല്ലൊരു ബിൽഡിങ് നമ്മുടെ കമ്പനിക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മുടെ ആദ്യം കോർപ്പറേറ്റ് ഓഫീസ് തന്നെ എന്ത് ചെയ്യുക, പണി തീർക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ബിൽഡിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചോ. ഈ ബിൽഡിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വരുവാണെങ്കിൽ സർ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഒറ്റ ലോണിലൊക്കെ എടുത്തേക്കുന്ന സംഭവം അങ്ങനെ ഓക്കെ ആണോ? അങ്ങനെയാണ്. എന്നിരുന്നാലും കംപ്ലീറ്റ് ആയ ബിൽഡിങ്ങിനെ എന്ത് ചെയ്യുക, കൂട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇത്രയും എമൗണ്ടിന് ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് മാത്രം എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ്
ചെയ്യുക. ഓക്കെ ആണോ? ഇതിന് ഇനി വരുന്നതിനെ എന്താ, ഫസ്റ്റ് ബിൽഡിംഗ് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തു, ഇനി ആ ബിൽഡിങ്ങിന് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾ എടുക്കുക. ഇപ്പം എത്രയാണ്, 100 കോടി രൂപയാണ് ടോട്ടൽ ലോൺ വന്നേക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ 25 കോടിക്കുള്ള ഇൻട്രസ്റ്റ് പ്രൊപ്പോർഷനേറ്റ്ലി എന്ത് ചെയ്യുക, പി ആൻഡ് എല്ലിനകത്ത് വിടുക, ബാക്കി എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. ഇതും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി 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 ഇതാണ് പൊതുവെയുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ കംപ്ലീറ്റഡ് ആയിട്ടുള്ളതിൻ്റെ മാത്രം എന്ത് ചെയ്യുക, നിർത്തുക, ബാക്കി എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്തു പോവുക. ഇനി ഡിസ്ക്ലോഷേഴ്സ് ചെയ്യേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ബോറോയിങ് കോസ്റ്റിനുള്ള നമ്മുടെ ആ ഒരു പോളിസി ഏതാണ്, അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ബോറോയിങ് കോസ്റ്റ് ആണ് ഈ പീരീഡിനകത്ത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, സ്പെഷ്യലി ഡിസ്ക്ലോസ് ചെയ്യുക. ഓക്കെ ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഡിഫറൻസിൻ്റെ ആയിരുന്നു. ഓക്കെ ആണോ? എക്സ്ചേഞ്ച് ഡിഫറൻസിൻ്റെയാണ്. എടാ, ഞാൻ ഓൾറെഡി AS11 കഥ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? നമുക്ക് ലോൺ എമൗണ്ട് നമുക്ക് അല്ലെങ്കിൽ എന്താണ് ബോറോയിങ്സ് വേണം. ഈ ബോറോയിങ്സ് പുറത്താണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിട്ട് നമുക്ക് എന്ത് കിട്ടും, ലോണ് കിട്ടും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഭയങ്കര ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ലോൺ എടുത്തു, ഇതൊരു മോണിറ്ററി ഐറ്റം ആണ്. 31 മാർച്ചിലെ ക്ലോസിംഗ് റേറ്റിലായിരിക്കും നമ്മൾ ഫിനാൻഷ്യലിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെയാണ്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എടുത്തതും ഈ ഒരു ക്ലോസിങ്ങും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നും പറഞ്ഞിട്ട് അതിനെ കൺസിഡർ ചെയ്യും. അങ്ങനെ ആണെങ്കിൽ എക്സ്ചേഞ്ച് ലോസ് ഓർ ഗെയിൻ വരുന്നത് നമ്മൾ പി ആൻഡ് എല്ലിനകത്ത് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ലോസ് വരുവാണെങ്കിൽ, ഗെയിൻ വരുവാണെങ്കിൽ ഇങ്കുമായിട്ടും വരും. ഓക്കെ, അപ്പം നമ്മുടെ AS16 പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, എല്ലാം കൊണ്ടുപോയി പി ആൻഡ് എല്ലിൽ തട്ടണ്ട. മകളാണെങ്കിൽ ഒന്ന് നോക്കുക നമ്മളുടെ ഈ ഒരു ബോറോയിങ് എന്താണ്, നമ്മുടെ ഈ ഒരു അസറ്റിൻ്റെ ക്വാളിഫയിങ് അസറ്റ് റിലേറ്റ് ചെയ്തതാണല്ലോ. അപ്പം നിങ്ങൾ അതും ക്യാപിറ്റലൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സാറേ, എത്രത്തോളം ലോസ് ആണ് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലോക്കൽ ബോറോയിങ് ഉണ്ടല്ലോ, ആ ലോക്കൽ ബോറോയിങ്ങിനകത്തുനിന്ന് നമ്മുടെ ഫോറിൻ കറൻസി ബോറോയിങ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഡിഫറൻസ് കിട്ടും. ഓക്കെയാണ്. ആ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഫറൻസിന് ഇപ്പം പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് ഒരു സേവിങ് തന്നെ ആടോ വരുന്നത്. ഇവിടുന്ന് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന എത്രയാണോ ഇൻട്രസ്റ്റ്, അത്രയും തന്നെ ഇൻട്രസ്റ്റിലേക്ക് അത് എത്തുകയാണ്. ഓക്കെയാണ്. അപ്പോൾ അത്രയും എക്സ്റ്റെൻഡ് ആയിട്ടുള്ളതിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാമെന്നാണ് പറയുക. പേടിക്കേണ്ട സംഭവം. നമുക്കൊരു എക്സാമ്പിൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡീല് ചെയ്യാം. ഓക്കെ, സംഭവം എടോ, നമുക്ക് എന്തുണ്ട്, ഒരു ലോണുണ്ട്. $1 lakh നമ്മൾ ലോൺ എടുത്തേക്കുന്നത്. എന്നാണ്, ഫസ്റ്റ് 2025 എടുത്തേക്കുന്നത്. അന്ന് എത്ര ആണ് നമ്മളുടെ ഒരു ഡോളറിന് ഇന്ത്യൻ റുപ്പി വരുന്നതെന്ന് വെച്ചാൽ 70 ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്തിരിക്കുന്നത്, ബാങ്ക് അക്കൗണ്ടിനകത്ത് നമുക്ക് 70 lakh കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? ബാങ്ക് ടു ലോണെന്നും പറഞ്ഞിട്ട് 70 lakh കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ, ഇല്ലയോ? യെസ്. ബട്ട് AS11 പറയുന്നു, മോണിറ്ററി ആയിട്ടാണ് നിങ്ങൾ 31 മാർച്ചിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ലോൺ എമൗണ്ടിൻ്റെ വാല്യൂ വരുന്നത് 75 lakh. 5 lakh ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, 70 lakh ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 75 lakh ആയിട്ടുണ്ട്. ഈ ഒരു 5 lakh ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി കൂടാനായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെബിറ്റ് എൻട്രി വേണമല്ലോടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനെ എക്സ്ചേഞ്ച് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തു. എക്സ്ചേഞ്ച് ലോസ് 5 lakh ടു എത്രയാണോ ലോൺ എമൗണ്ട് വരുന്നത് അതിനെ 5 lakh ആയിട്ട്. സോ ഓപ്പണിങ്ങിൽ എന്തായിരുന്നു സംഭവിച്ചത്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി എത്ര, 70 lakh ടു നമ്മുടെ ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി കൂടി 70 lakh. ഇപ്പം ഈ കൂടിയത് രണ്ടും കൂടെ വരികയാണെങ്കിൽ എത്ര നമുക്ക് വരിക, 70 lakh പ്ലസ് 5 lakh
നമുക്ക് എന്ത് വരുന്നുണ്ട്? ആസ് പെർ AS 11 അനുസരിച്ച് 75 ലാക്ക് വരുന്നുണ്ട്. ഇത് മുഴുവൻ എവിടോട്ട് പോകേണ്ടതാണ്? P&Lനകത്തോട്ട് പോകേണ്ടതാണ്. ബട്ട് എക്സ്റ്റെൻഡ്, എത്ര എക്സ്റ്റെൻഡ് ആണോ അത് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ദെൻ ഇതാണ് ഇവിടെ ഉണ്ടായ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് എത്രയാണ്? 5 ലാക്കാണ് ലോസ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇൻട്രസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 75, ഇത് 31 മാർച്ചിൽ എത്രയാണ് എമൗണ്ട്? അതിൻ്റെ 4% എടുക്കുന്നു, 3 ലാക്കാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നമ്മളുടെ ഇൻട്രസ്റ്റ്, ഫോറിൻ ബോറോയിങ്സിനകത്തു നിന്നുള്ള ഇൻട്രസ്റ്റ്. ഇനി ലോക്കൽ ബോറോയിങ്സ് എത്ര പെർസെൻറ്റേജ് പറഞ്ഞേക്കുന്നത്? 10% ആണ്. നമ്മൾ ഓൾറെഡി ലോൺ എന്നാണോ എടുത്തത്, ആ ലോൺ ഡേറ്റിനകത്ത് എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ടിൻ്റെ 10%. കാരണം ഇവിടെ AS 11 അപ്ലിക്കബിൾ ആവണ എപ്പോഴും മാത്രമേ ഉള്ളൂ? നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനകത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്താണ്, പുറത്തുനിന്ന് ബോറോയിങ് ചെയ്യുകയാണെങ്കിൽ. ഇവിടെ നിന്നാണല്ലോ ചെയ്തേക്കുന്നത്, ലോക്കൽ ബോറോയിങ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ ഉള്ള എമൗണ്ടിനെ വെച്ചിട്ടായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര എമൗണ്ടിൻ്റെ ഡിഫറൻസ് വന്നു? നമുക്കൊരു 4 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ച് പേ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണ് എങ്കിൽ എക്സ്ചേഞ്ച് ലോസ് നമുക്ക് സംഭവിച്ചിരിക്കുന്ന 5 ലാക്കാണ്. നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന 4 ലാക്ക് ഉണ്ട് ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ P&L പോകുന്നത് 4 ലാക്കിൽ നിന്ന് 5 ലാക്കിൽ നിന്ന് 4 ലാക്ക് കുറച്ചിട്ടുള്ള 1 ലാക്ക് എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കി, ഈ ഡിഫറൻസിനകത്ത്, ഈ ഒരു ഡിഫറൻസിനകത്ത് നമ്മുടെ എക്സ്ചേഞ്ച് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? അവിടെ ആ ഒരു എക്സ്റ്റെൻഡ് വരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. ഇപ്പോൾ ഇത് 3,50,000 ആയിരുന്നെങ്കിലോ എക്സ്ചേഞ്ച് ലോസ്, ഇവിടെ 3,50,000 മാത്രമേ എന്ത് വരത്തുള്ളൂ? ക്യാപിറ്റലൈസേഷൻ്റെ ആ ഒരു ഡിഫറൻസിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെയാണ്. അപ്പോൾ 4 ലാക്കിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു, റിമൈനിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇൻ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 75-നകത്തുനിന്ന് അടുത്ത വർഷം എന്ത് ചെയ്തു? 72 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ചേഞ്ച് ഗെയിനായി. നിങ്ങളാണ് P&L എക്സ്ചേഞ്ച് ഗെയിൻ എന്നും പറഞ്ഞ് പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഉണ്ടായ വ്യത്യാസം 3യുടെയാണ്. എക്സ്ചേഞ്ച് ഗെയിൻ നമ്മൾ ഓൾറെഡി ക്യാപിറ്റലൈസ് ചെയ്തത് 4 ലാക്കാണ്. ഓക്കെ അല്ലേ? തുടക്കത്തിൽ ഫസ്റ്റ് ഇയറിൽ 4 ലാക്കാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം 3 ലക്ഷത്തിൻ്റെ ഗെയിൻ ഇട്ട് സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 4 ലാക്കിൽ നിന്ന് ഈ ഒരു 3 ലാക്കിൻ്റെ ഗെയിൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്യാപിറ്റലൈസേഷൻ ചെയ്തത് കുറയ്ക്കണം. അപ്പം ക്യാപിറ്റലൈസേഷൻ ചെയ്തത് എത്രയേ വരത്തുള്ളൂ? 1 ലാക്ക് മാത്രമേ ഫസ്റ്റ് ഇയറിൻ്റെത് വരത്തുള്ളൂ. സെക്കൻഡ് ഇയറിൽ അത് 3 ലാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി മറ്റൊരു കേസ്, ഈ എക്സാമ്പിളാണ്. 75-ൽ നിന്ന് പോയത് 69-ലോട്ടാണെന്ന് വെച്ചു. 69-നകത്തോട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായത്, നമ്മളെ സംബന്ധിച്ചോളം ലാഭം ഉണ്ടായതെന്ന് പറയുന്നത് 6 ലാക്കിൻ്റെയാണ്. 6 ലാക്കിനകത്താണെങ്കിൽ നമ്മളുടെ എക്സ്ചേഞ്ച് ലോസ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് എത്രയാണ്? 4 ലാക്കാണ്. ഓക്കെ ആണോ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ ക്യാപിറ്റലൈസ് ചെയ്ത് 4 ലാക്കാണ്. ഇവിടെ എക്സ്ചേഞ്ച് ഗെയിൻ സംഭവിച്ചിരിക്കുന്നത് 4 ലാക്കാണ്. ആൻഡ് നമ്മുടെ ക്യാപിറ്റലൈസേഷൻ ഇനി ഒന്നും റിമെയിൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇയറിലുണ്ടായ ഈ ഒരു എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളത് നില്ലായിട്ടുണ്ട്. ഓക്കെയാണ്? മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഇരുന്നിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് ജസ്റ്റ് മനസ്സിലാക്കുക. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മനസ്സിലാവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഇനി എക്സ്ചേഞ്ച് ഗെയിൻ നമ്മൾ P&Lനകത്ത് എത്ര ആയിരിക്കണം ചാർജ് ചെയ്യേണ്ടത്? 2 ലാക്ക് ആയിരിക്കും. 4 ലാക്ക് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ചെയ്തത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിവൈസ് ചെയ്തത് ഒഴികെ ഉള്ളതിനെ ആയിരിക്കണം 2 ലാക്ക്. ഈ 2 ലാക്കിനെ നമ്മൾ എവിടെ ചെയ്യണം? ഗെയിനായിട്ട് നമ്മുടെ P&Lനകത്ത് കാണിക്കണം. ഇതായിരിക്കും ഈ ഒരു AS ഡീല് ചെയ്യുന്ന, എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീല് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. ഓക്കെ, നമ്മൾ ഏകദേശം ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് കോൺസെപ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാർട്ടിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വെയിറ്റ് ചെയ്യുക. ഓക്കെ ആണോ? നമ്മൾ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.